അലമ്പലെല്ലാം കയറിക്കുന്നു. ആരും കാണാതിരിക്കാനാ ഞാനാ പറഞ്ഞ. എടാ ഇത് ആരൊക്കെയുണ്ട്? ഹലോ, ഞാൻ ഒരു മീറ്റിംഗ്. ആ വാസോട്ടാ, എന്തെല്ലാം ഉണ്ട്? സുഖല്ലേ? ബാബു നമ്പൂതിരി നമ്മുടെ ബാബു ചേട്ടാ, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇപ്പൊ കാണാൻ പറ്റിയ. നൈസ് ടു മീറ്റ് യു. പെങ്കുമുടി ലോലൻ. ബാബു ഇങ്ങോട്ട് ഒരു മിനിറ്റ്. ബാബു ചേട്ടാ പറ. അത് ബാബു സേട്ടല്ല, അത് വേറെ ആള്. ബാബു ചേട്ടാ പറ. ഇത് ചോട്ടോ ബൈ. പറയ് ബാബു ചേട്ടൻ പറ. പരിപാടിയൊന്നും ഇല്ല, ഇങ്ങനെ വെറുതെ ഇരിക്കണം. ഞാൻ ഇവിടെ സിറ്റിയില് വന്നപ്പോഴേ എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ ചോദിച്ചു ബാസോണ്ണ ഇവിടെ ആരാ മെയിൻ എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞത് ബാബു സേട്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. ബാബു എന്നാ പറഞ്ഞത്, ബാബു സേട്ടെന്നല്ല, സോറി, ബാബു എന്റെ അടുത്ത് പറഞ്ഞു. ചോട്ടുബായ്. എനിക്ക് മാറിപ്പോണ് രണ്ടുപേരും തമ്മിൽ. ഇതെന്താ? 4 ദിവസം എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ 3 ദിവസം എന്റെ വീട്ടിലില്ല. ആ ദിവസം പണിക്ക് പോയപ്പോ ഉണ്ടായതാണ് അനിയൻ. 3 ദിവസം കൊണ്ട് കറക്റ്റ് ഉണ്ടായ അനിയൻ ഇല്ല, പക്ഷെ അവന്റെ വീട്ടിൽ 2 ദിവസം വന്നിട്ടുള്ളൂ അവൻ പറയുന്നു. അവന്റെ വീട്ടിലാ? അല്ല കുഴപ്പമില്ല, ഒരാളും കൂടെ വരാറുണ്ട്, ശരിയായി കൊടുക്കും. ഇനി ഒരാൾ വരാണ്ടാ? വർഷങ്ങൾക്ക് ശേഷം, അതായത് ഇത് ബാബു നമ്പൂതിരി, അത് ചോട്ടു നമ്പൂതിരി. ഞാൻ ചോട്ടൂരെ പരിചയപ്പെട്ടു. ചോട്ടൂര് ഇന്നലെ ഗുസ്തിക്ക് പോയപ്പോ പരിചയപ്പെട്ട്. ഇവർ രണ്ടുപേരും ഒരച്ഛന്റെ മക്കളായിരുന്നു. അവരിപ്പോഴാണ് ആദ്യമായിട്ട് കാണണത്. ആണോ? അച്ഛൻ 2 വീട്ടിലായിരുന്നേ, ഒരു വീട്ടിലല്ലായിരുന്നു. 2 വീട്ടിലായിരുന്നു, അമ്മേനുണ്ടായിരുന്നു. മുതുക്കിലൊക്കെ ബാബുവിന് നല്ല പേരാ. കാരണം ഞാൻ സിറ്റിയിൽ വന്നപ്പോ ഞാൻ അവിടെ ചോദിച്ചിങ്ങനെ ബാസുവിനെ കാണാൻ ആരെ കോണ്ടാക്ട് ചെയ്യണോന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ബാബുവിനെ കോണ്ടാക്ട് ചെയ്താൽ മതി, ബാബു അപ്പോയിന്റ്മെന്റ് എന്നാ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ അവനാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. മനസ്സിലായി. ചന്ദ്രനെയും കണ്ടില്ല ഇതുവരെ. ചന്ദ്രനെയും വന്നില്ലേ? ഞാൻ പറഞ്ഞോണ്ടാവും വരാത്തെന്ന് തോന്നുന്നു. അതെ, ഇവര് തമ്മിൽ ശത്രുക്കളാണ്. ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. എനിക്കാണ് അവനെ കാണുമ്പോ അവൻ അച്ഛനില്ലാത്ത ഓർമ്മ വരും, അതുകൊണ്ട് പിന്നെ എന്നെ കാണാൻ പറ്റൂല. അച്ഛന്റെ കാര്യമൊക്കെ പറഞ്ഞ തർക്കമോ ആകെ പ്രശ്നമോ. അപ്പൊ കുഴപ്പമില്ല. എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു, കണ്ടില്ല. ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു തോന്നണേ, പക്ഷെ കാണാൻ പറ്റിയില്ല. അല്ല, അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബാബുവിന് ചന്ദ്രന്റെ അച്ഛനായിട്ടാണ് കൂടുതൽ ബന്ധം എന്നുള്ളത്. പിന്നെ ഒരുപാട് ബന്ധമുണ്ട്, പണ്ട് മുതലേ ബന്ധമാണ്. ഇന്നലെ കണ്ടപ്പോ കൂടി പറഞ്ഞുള്ളൂ പുള്ളിക്ക് കൊച്ചുണ്ടാവില്ലെന്ന് പണ്ട് ഡോക്ടർ പറഞ്ഞ കാര്യം. പക്ഷെ ഇപ്പൊ ഉണ്ടായി, ഇത് എങ്ങനെയാണെന്ന് ഇപ്പോഴും അറിയില്ല. അതിന് കുഴപ്പമില്ല, അതൊരു അച്ഛനെ കണ്ടുപിടിച്ച് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ല ഇവിടെ ഗ്യാങ്ങായി ഗ്യാങ്ങോട്ടിലൊക്കെ പോയായിരുന്നോ? ഇല്ല, ഇവര് ഗ്യാങ് ആയിട്ടില്ല, ഇവര് ഗ്യാങ് ആവുന്നേ ഉള്ളൂ. വോൾട്ടറി പീരീഡിലാണ്. പണ്ടത്തെ കേവിയിലുണ്ടായിരുന്ന തൊപ്പി ഓർമ്മയില്ലേ? അയ്യോ, പുള്ളിക്കാരോട് പണ്ട് ചെറിയ 1-2 സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായിരുന്നുള്ളത് കള്ളമാണ്. പിന്നെ ചന്ദ്രൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഗ്യാങ് മെമ്പർ അല്ലേ, ഗ്യാങ് ഹൗസിലത് ആര് കയറിയാലും നമുക്ക് അങ്ങനെയാണ്. പിന്നെ മുരളിയെ പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കില്ല, അതിപ്പോ ആരായാലും. അന്ന് അങ്ങനെ എന്തൊക്കെയോ അബദ്ധവശാൽ അറിഞ്ഞോണ്ട് എന്തൊക്കെയോ പറഞ്ഞു. അല്ല, അത് മുരളിയെ പറഞ്ഞ അറിഞ്ഞോണ്ട് പറയും, പക്ഷെ അബദ്ധവശാലാണല്ലോ ആ പുള്ളി ഗ്യാങ് ഹൗസിൽ കയറിയത്. അബദ്ധവശാൽ അറിഞ്ഞോണ്ട് പറഞ്ഞു. ഗ്യാങ് പോവാന്നേ വരുള്ളൂ. പുള്ളി വരുമായിരിക്കും ഗ്യാങ് ഫോം ആക്കുമ്പോ. ചന്ദ്രനെ അറിയില്ല, ചന്ദ്രനെ പരിചയപ്പെട്ടില്ലേ നിങ്ങള്? ചന്ദ്രനെ ഞാൻ പരിചയപ്പെട്ടില്ല. ചന്ദ്രനെ നല്ല കമ്പനിയാ. റാംബോക്ക് വലിയ പരിചയമല്ല. അല്ലല്ല, ഞാൻ കണ്ടില്ല, ഞാൻ സിറ്റിയിൽ ഇതുവരെ കണ്ടില്ല. ചന്ദ്രന് കാർഡ് കൊടുത്തെന്ന് പറഞ്ഞ സീക്ക് നിങ്ങളാണ്. അപ്പൊ അവൻ കുറച്ചധികം പറയുന്നുണ്ട് കേട്ടോ. എന്താ പറയുക? അല്ല, കാർഡ് കൊടുത്താ അച്ഛൻ ഇവിടെ വിളിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു. അച്ഛന്റെ പേര് തന്നെയാണ് അവിടെ. ഓൾറെഡി ഒരു
സിക്സ് സീറ്റ് ഉള്ള ഒരു ലിമോസിൻ വാങ്ങിയാണ്. ഇനിയിപ്പോ ഒരു സൂപ്പർ ഉണ്ട് എന്റെ അത് തരുമോ ചോദിച്ചിന്റെ കുടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇതൊക്കെ കണ്ട പെമ്പിള്ളേരെ കറക്കി നാളെ നിങ്ങളുടെ ഗേൾഫ്രണ്ടിനെ വരെ ടൂൺ ചെയ്യാൻ അവർ നോക്കും. പക്ഷെ അലീനെ വിട്ടിട്ട് ഒരു കളി ഇല്ലാന്നാണ് ചന്ദ്രന്റെ അടുത്ത് പറഞ്ഞത്. ചുമ്മാ അവൻ കളിച്ച് നടക്കുവാണ് സിറ്റിയില്. അവൻ കള്ളനാണ്, അവൻ എ ക്ലാസ് കള്ളൻ. അവൻ എല്ലാവരുടെ മുമ്പിൽ മാന്യമായിട്ട് അഭിനയിക്കുന്നേ ഉള്ളു കേട്ടോ. അവൻ എ ക്ലാസ് കള്ളനാണ്. ആരോടാ പറയണ, ഷെയ്ക്കൊക്കെ കമ്മിറ്റഡ് ആണ് ബാബു, നമ്മളെ പോലെ അല്ല. ഇല്ല അവസാന ഞാൻ അങ്ങനെ കമ്മിറ്റഡ് ആയിട്ടൊന്നും ഇല്ല. ചെറിയ പറഞ്ഞ വിശ്വസിക്കൂല. വേലി കയറ്റ മണ്ണാലില്ലേ, ആ കടലിൽ പോയി തുളയിട്ട് കിടക്കും അവൻ. അങ്ങനത്തെ ഒരുത്താണ് ചന്ദ്രൻ. അവനൊന്നും വിശ്വസിച്ച് കൊണ്ടുപോവല്ലേ ഗേൾസിന്റെ അടുത്ത്? ഇല്ല ഞാൻ ഒരു കുട്ടിനെ നോക്കുന്നുണ്ട്. പക്ഷെ അവിടേക്ക് ഞാൻ ചന്ദ്രനെതിരെ കൊണ്ടുപോയിട്ടില്ല. ചന്ദ്രനെ പരിചയം പോലും പെടുത്തി കൊടുക്കരുത്. അതൊക്കെ ചന്ദ്രൻ സത്യം പറഞ്ഞ ജെട്ടി ബിൽഡിങ്ങിന്റെ ഓരോ മൂലയിലും ഓരോ സമയത്തും ഓരോ പെമ്പിള്ളാരപ്പം ചന്ദ്രനെ കാണുന്നുണ്ട് എന്നുള്ള ന്യൂസെല്ലാം കേൾക്കുന്നുണ്ട്. വാസന ഞാൻ ഒരു ഫോട്ടോ അയച്ചുതരാം. ഐഡി എത്ര പറഞ്ഞേ? എന്റെ ഐഡി 1693. 1693. അതൊന്ന് കണ്ടോക്കെ. അത് പുതിയ ലേറ്റസ്റ്റ് ഫോട്ടോ ആണ്. ന്യൂ ലീക്ക് ആയതാ, പുതിയ ലീക്ക്. ബാബുവിനെ അയച്ചുതരാം. ബാബുവിന്റെ നമ്പർ എത്ര? ബാബുവിന്റെ ഐഡി ഐഡി ആണോ? പോക്കറ്റ് ഐഡി വന്നിട്ട് ഏകദേശം 1802. 1802. അതെ സൂര്യബോസിന്റെ ഫോട്ടോ അല്ലേ ഇത്? അതെ അത് ലേറ്റസ്റ്റ് ആണ്. ലേറ്റസ്റ്റ് ലീക്ക് ആയതാ. നമ്മളെ പിള്ളേര് മൊട്ടേന്ന് വിരിയാത്തവരൊക്കെ പോയത് പ്രപ്പോസ് ഇല്ല. അത് 2 ദിവസമായിട്ടുള്ള കുട്ടി സിറ്റിയിൽ വന്നിട്ട് അപ്പൂത്തിന് ആ കുട്ടീനെയും സെറ്റ് ആക്കിന്നാ കേട്ടത് വാസന. ചുമ്മാ പറയണേ ഇവന്റെ മോൻ തന്നെ മള്ളി ചന്ദ്രന്റെ. അതെനിക്ക് പറഞ്ഞ അറിയാതെ അതാ എല്ലാരും പറയണ അച്ഛനെ പോലെ തന്നെ മോന്റെ സ്വഭാവം എല്ലാരും ഇങ്ങനെ ഭയങ്കര മുട പിടിച്ചൊരു ചെറുക്കനാണ്. അത് ഇന്നലെ അന്ന് അവന്റെ വർത്താനം കേൾക്കണമായിരുന്നു. ഇന്നലെ എന്നെ എടാ മൊട്ടയെന്നൊക്കെ. വാസന മൊട്ട അല്ലല്ലോ, പിന്നെ മൊട്ട അയ്യോ അതിന് കിട്ടിയായിരുന്നു, വേഷം കിട്ടിയായിരുന്നു. കണ്ടായിരുന്നു. അപ്പൊ എന്നത്തേക്ക് ഗ്യാങ് ഒക്കെ എന്നത്തേക്കാവും റാമ്പോ? അറിയില്ല ഷേക്ക എന്നത്തേക്കാവും. ഇല്ല, ഒരു 2 ദിവസം കൂടി ഉണ്ട് മോണിറ്ററിംഗ് പീരീഡ്. 11-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം 14 ദിവസം 15 ദിവസം വേണം മോണിറ്ററിംഗ്. അപ്പം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇപ്പം 31 പേര് 35 പേരുണ്ടല്ലോ. ഇപ്പം 35 പേരുണ്ട്. 35 പേരുണ്ടല്ലേ? നമുക്ക് പരിചയമുള്ള ഇഷ്ടംപോലെ എന്ന് ഇതേപോലെ സന്തോഷത്തോടെ എതിര് നിന്ന് കണ്ടാ മതി. ഇല്ലല്ല നമ്മള് അങ്ങനത്തെ ബാബുന്നും ബാസുന്നും മാത്രമേ വിളിക്കാവൂ. എനിക്ക് അച്ഛനെ പറയാവുള്ളൂ. നമ്മള് ഫോമായ വാസന നമ്മളൊന്ന് ഫാമിലി ആയിട്ട് വരുന്നുണ്ട്. അതിലൊന്നും കാര്യമില്ല. ഇതുപോലെ എത്ര വട്ടം നമ്മൾ ഒരുമിച്ച് ഫാമിലി ആയിട്ട് പോയതാ കേവിയുടെ അടുത്തൊക്കെ. പറയാൻ പറ്റില്ല. ഈ മുരളി എന്നെ ഗ്യാങ് ഹൗസിൽ നിങ്ങൾ ഇറങ്ങി പോകുമ്പോ തിരികെ പുറകെ തിരികെ വിളിക്കും. അതൊക്കെ സാഹചര്യം പോലെ ഇരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. വാസനെ നമ്മളങ്ങനെ പ്രതീക്ഷിക്കില്ല. ബാബു വിളിക്കാന്നാ മതി. ഞാൻ വിളിച്ചാലും എനിക്ക് മലയാളം അറിയില്ലല്ലോ ഇത് വിളിക്കാൻ. മനുഷ്യ മുള്ളിൽ നന്നായിട്ട് അറിയാം. ബാബു ഒക്കെ കുറച്ച് ട്രിഗറാ, പെട്ടെന്ന് ട്രിഗറാവുന്ന കൂട്ടം. അല്ല സാധാ പോലെ വിളിച്ചാലും കായും പായും മായൊന്നും കൂട്ടി വിളിക്കാന്നാ മതി ബാബു. ഞാൻ വിളിക്കില്ല. ഞാൻ എന്തായാലും ശരിക്കും ഞാൻ വിളിക്കില്ല. കാരണം ഇതിനൊക്കെ സിറ്റിയിൽ വരണം വല്ലപ്പോഴും ചെയ്യണമെങ്കിൽ. ഇനി സ്ഥിരമായിട്ട് ഉണ്ടാവും. അതങ്ങനെയാണ്. ബാക്ക് ടു ബാക്കാ? ബാക്ക് ടു ബാക്ക്. ഇനി അടുത്ത 1 മാസം ബാക്ക് ആവും. വാസണ്ണന്റെ ഒരു വലിയൊരു ഫാൻ ബോയ് ഇപ്പൊ വരാന്ന് പറഞ്ഞു. കാണാനില്ല. ഉസ്മാൻ. അല്ല ഇന്നലെ നമ്മള് വീണ്ടും ഇന്നലെ ഞങ്ങൾ ഇതായപ്പോ ഒരു വള്ളി ഇന്നലെ ജസ്റ്റ് ഒഴിവായി. ഇന്നലെ റാമ്പൊക്കെ അവിടെ ഇരുന്ന സമയത്ത് നമ്മൾ എന്താ പറഞ്ഞ നമ്മള് സംസാരം അവിടെ ചെന്ന്. ഉസ്മാൻ അറിയാം നമ്മളെ, നമ്മുടെ സൗണ്ട് കേട്ട ഉസ്മാൻ അറിയാം. ഇവർക്കാർക്ക് റാംബോയോ ഇവർക്കൊന്നും ഇതിനകത്ത് അധികം വരാത്തോണ്ട് ഇവർക്ക് സൗണ്ട് ഒന്നും കേട്ടാ അറിയില്ല. ഈ ഉസ്മാൻ അറിയാം. അവൻ എന്നിട്ട് മിണ്ടാതിരിക്കണം എന്നാ അവന് പറഞ്ഞ. ഞാൻ അവന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞത് അവന് നമ്മളെല്ലാം നന്നായിട്ട് അറിയാം. അപ്പൊ അവന്റെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി. അത് ടി വി ആണെന്ന് അറിയുമ്പോ സമയത്ത് നിങ്ങളുടെ അടുത്തൊന്ന് പറയാൻ പറഞ്ഞാൽ മതി. ഉസ്മാന്റെ അടുത്ത്. ഉസ്മാൻ എല്ലാരും അറിയാം ടി വിയിലെ. എന്തിന്റെ പേരിലേനോ വാസന? അതിങ്ങനെ ഞങ്ങള് ചുമ്മാ ഇരുന്നപ്പോ ഇവരുടെ മേത്ത് വന്ന് ഇടിക്കല്ലെന്ന് പറഞ്ഞേ.
അപ്പൊ നമ്മള് അവിടെ വേറൊരാളെ ഇടിച്ച് ചുമ്മാ തമാശ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവൻ ഇങ്ങനെ പറഞ്ഞപ്പോ അത് മേത്തടിച്ചില്ലല്ലോ ബ്രോ എന്ന് പറഞ്ഞ അങ്ങനെ സംസാരമായതാ. എനിക്ക് സൗണ്ട് കേട്ടപ്പോ മനസ്സിലായി. എനിക്ക് പിന്നെ ജസ്റ്റ് ട്രിഗറിങ് വർത്താനം അല്ലേ? തിരിച്ചല്ല, ഇവരെ തിരിച്ചറിയാനും പറ്റൂലായിരുന്നു. വേറെ എല്ലാരും വേറെ വേറെ ഡ്രസ്സായിരുന്നു, എല്ലാരും വേറെ ഡ്രസ്സായിരുന്നു. അതെ. അപ്പൊ പിന്നെ ഇവന് മാറിപ്പോ. എനിക്ക് പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ വന്ന് പറഞ്ഞത് 2 ദിവസം കഴിഞ്ഞപ്പോ ഗ്യാങ് സെറ്റ്. അതെ. അപ്പൊ എന്തായാലും കണ്ടായി സന്തോഷം. റാമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം സിറ്റിയിലേക്ക്. നമുക്ക് ആദ്യമേ അടി വഴക്കിലോട്ട് പോകാതെ സമാധാനത്തിന്റെ പാതയിൽ തുടങ്ങാം. അതെ വാസണ്ണ, നമ്മുടെ കൂട്ടത്തിലും പിരിയേറ്റ ആളുണ്ടാവും, നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാവും. അത് ഞാൻ ഇപ്പോഴും പറയാം റാമ്പോ, നിങ്ങളതൊക്കെ തുടക്കത്തിലേ പറയാം. ഷേക്ക് റാമ്പോ, നിങ്ങളതൊക്കെ ഞാൻ തുടക്കത്തിലേ പറയാം. ഇത് എന്റെ ടിവിയുടെ സൈഡിൽ നിന്ന് ഈ ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സിനും എന്റെ സൈഡിൽ നിന്നും നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ എന്നുള്ള ഒരു സാധനം ഗ്യാരണ്ടി ചെയ്യാൻ എനിക്കും പറ്റത്തില്ല. നിങ്ങളുടെ സൈഡിൽ നിന്നും അത് നിങ്ങൾക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ PvP കളിക്കുന്ന കുറെ പ്ലേയേഴ്സ് വെളിയിലും അവിടെ ഇവിടെയൊക്കെ പലപ്പോഴും പല ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അത് പെട്ടെന്ന് ഒരു ദിവസം സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അടിയും വഴക്കും ഒക്കെ വരുവാണെങ്കിൽ നമുക്കത് വരുന്ന രീതിയിൽ അങ്ങനെ അങ്ങ് പോവാം. വെറുതെ ആണ് അത്. നമുക്ക് എന്തായാലും സിറ്റിയിൽ പല സിറ്റുവേഷനിലും നമ്മള് ഡ്രസ്സ് മാറിയിട്ടും അങ്ങനെ അറിയാതൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ നമുക്ക് സിറ്റുവേഷൻ ചിലപ്പോ വരാം. ഇനീഷ്യൽ സിറ്റുവേഷനിൽ തന്നെ നമ്മളത് പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്ത് ഒരു വാർക്കോ അങ്ങനെ ഒന്നും കൊണ്ടുപോകാതെ നമുക്ക് അത് അവിടുന്ന് ലീവ് ചെയ്യായിരിക്കും നല്ലത്. അല്ല, ഇത് ഞാൻ പറയണത് അങ്ങനെയല്ല. ഇത് നമ്മളാരും ഇപ്പൊ ഷേക്കും ഞാനും ഒന്നും ഇല്ലാത്ത സമയത്തായിരിക്കും ഇത് പകല് കയറുന്നവരുണ്ട്, രാത്രി. ഇവരൊക്കെ TDM ഒക്കെ ഗ്രൈൻഡ് ചെയ്യുന്ന പിള്ളേരാ, മനസ്സിലായി എല്ലാരും. ഇങ്ങനത്തെ കഴിഞ്ഞു നമ്മുടെ ഇടയിൽ തന്നെ ചെറിയ അപ്പൊ അത് നടന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഇൻ കേസ് അത് വാറിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ടോക്സിസിറ്റിയും കാര്യങ്ങളൊന്നും വേണ്ട, കുറച്ച് ഇതായിട്ട് നമുക്ക് ഡീൽ ചെയ്ത് അങ്ങനെ തീർത്തങ്ങ് പോവാം. അതാണ് നല്ലത്. അതൊക്കെ അത്ര ഉള്ള അവസരം. ഇവനൊക്കെ A-class വള്ളിയാണ് ഈ ലോലിനൊക്കെ. ഇവനൊക്കെ ഇപ്പൊ ഇങ്ങനെ മാറിക്കുന്നുള്ളൂ. ഉച്ചയാകുമ്പോ ഇവനെ നാക്കങ്ങ് പൊങ്ങും. വാസനൊന്നും ഇല്ലാത്തതായിരുന്നു. അതെ, ഞാനൊക്കെ ഉള്ളത് ഡീസന്റ് ആയിട്ട്. ബാബുണ്ട് ചെറുതായിട്ട്. ഞാൻ കൊറേ കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു ബാബുവിന്. എന്താ ലാസ്റ്റ് വന്നപ്പോ വണ്ടി കൊടുത്ത സമയത്ത് അവൻ പറഞ്ഞായിരുന്നു ഷേക്ക്. അയ്യോ, പറയുമ്പോൾ ഷേക്കിന്റെ ഐലൻഡിലാണ് നമ്മൾ തന്നെ പോയത്. ഈ സിറ്റിയുടെ പകുതി ഷേക്കും ബാക്കി മുള്ളി മറ്റേ നമ്മളെ അപ്പാപ്പനെന്ന് പറഞ്ഞത് പുള്ളി വെച്ചിട്ടായിരുന്നല്ലേ? ഷേക്കിന് നന്നായിട്ട് അറിയാം. അപ്പൊ ശരിക്കും ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഡീലിംഗ് ഉണ്ട്. ഒന്ന് പോയിട്ട് റാമ്പോ പോയിട്ട് വിളിച്ചു നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്, വിളിച്ചാൽ ഓക്കെ. സെറ്റ് സേവ് ചെയ്തില്ല. റാമ്പോടെ നമ്പർ ഒന്നുകൂടെ പറഞ്ഞു എന്നെ ജസ്റ്റ് ഒന്ന്. ഈ 572 അല്ലേ അവസാനം? ഞാൻ ഒന്ന് മിസ് കോൾ അടിക്കാം. ബാബുസാറിന്റെ ഒരു അനിയൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഹലോ, നല്ല കാര്യം. എന്റെ പേര് സൈമൺ ലോപ്പസ്. പോയിട്ട് വരാം. നമ്മള് ഉസ്മാനെ കൊണ്ടുവന്നത്. അപ്പോഴാണ് അണ്ണനെ പറഞ്ഞു. നമസ്കാരം. പോവാ ഷേക്കെ. മുതല് അവിടെ പോട്ടാ. ഇനി കണ്ടിന്യൂസ് കാണുമല്ലോ. ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ഞാൻ എന്തായാലും വരും. കുറച്ച് തിരക്കായി പോയി. ഇത് കഴിഞ്ഞ പിന്നെ ഇവിടെയായിരുന്നു സ്ഥിരം കുറെ കാലം. പിന്നെ നിവൃത്തിയില്ലാതെ വെളിയിൽ പോവേണ്ടി വന്നു. വെളിയിൽ അകത്ത് കയറാൻ പറ്റുന്നില്ല. അതെ, മനസ്സിലായി. എന്തായാലും പോയിട്ട് പെട്ടെന്ന് കാണുമായിരിക്കും. ബൈ. ഓക്കെ കാണാം. റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും സക്സസ് ആവാൻ നമ്പർ ബാബു. ബാബു 5 കോടി കിട്ടാൻ വേണ്ടിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കണല്ലോ. മലയാളത്ത് കുട്ടികളുണ്ടാവില്ല എന്നുള്ളൊരു കേസ് വെക്കുന്നുണ്ട് ഞാൻ. അതുള്ളതാണ്.
നമ്മള് ആയുർവേദ മരുന്നെല്ലാം കൊണ്ടുവരണ്ട അതെ കൊറേ ഗർഭം കലക്ക് ബോസ ഗർഭം കലക്ക് പറഞ്ഞു കൊടുത്താൽ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്കും മുരളിക്കും കുറച്ച് സമയം എടുക്കും. ചന്ദ്രന് എളുപ്പത്തിൽ ടെസ്റ്റ് ചെയ്യാട്ടോ. കാരണം ഗ്യാങ് മറ്റേ ഫോൺ സേവർ വെക്കാൻ വേണ്ടി ഒരു ഹോൾ ലിസ്റ്റിലുണ്ട്. അവനത് മതിയാവും. അതോ അപ്പൊ അവന് എളുപ്പത്തിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നെ കുറച്ച് സമയം എടുക്കും ഒരാൾ സെറ്റ് ചെയ്യണം. കൊണ്ടുവന്ന നമ്പർ തന്നെ ഒന്ന് നമ്പർ തരാം. അതെ 786 എന്റെ ബാബു നമ്പർ ഒന്ന് ഷെയർ ചെയ്യാം. നമ്പർ ഞാൻ ശരിയാ. ഞാൻ ആ മരുന്ന് റെഡി ആയിട്ട് ഞാൻ വിളിക്കാം. 1842 ആണ് നമ്പർ. ന്യൂ കാർ മേടിച്ചു തരാന്ന് ആണോ? അതാണോ? ഓക്കെ നമ്പർ കിട്ടി സാധനം റെഡി ആയി ഞാൻ വിളിക്കാം. ബാബു ഞാൻ ഒന്നും ഉണ്ടാവോ? ഇടയ്ക്കിടയ്ക്ക് എന്തോ ഉണ്ടാവും. എന്തായാലും ഞാൻ അടുത്താഴ്ച വരേണ്ട ഒരു ആവശ്യമുണ്ട് ഇവിടെ. ഓക്കെ. ഇപ്പൊ ഭയങ്കര തിരക്ക് വന്നിട്ടില്ലേ? എന്താ വാർക്ക പണിക്ക് പോകുന്നപ്പോ? വാർക്കയല്ല ഇത് സംഭവം എന്ന് വെച്ചാൽ ഒരു ബിൽഡിംഗ് താടുന്ന മേലെ വരെ കയറണം. പക്ഷെ അത് ബുർജ് ഖലീഫയ്ക്ക് മേലെ പോവുകയും വേണം. ബുർജ് ഖലീഫ ഷേക്കിന്റെ അല്ലേ? അയ്യോ ബുർജ് ഖലീഫ ഓൾറെഡി ഞാൻ കൂടെ വെച്ചിരുന്നല്ലോ. സോറി, വെരി സോറി ടു സേ ദാറ്റ്. അത് താഴെ പോകും. ഞാൻ അതിന്റെ മേലെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയം കൂടെ മതി. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ കുഴപ്പമില്ല. അത് കെട്ടിയിട്ട് വരുമ്പോ ഞാൻ ഫ്രീ ആണെങ്കിൽ ഷേക്ക് പറയുവാണെങ്കിൽ ഞാൻ അതിനും മേലെ ഞാൻ ഉണ്ടാക്കിയതില്ലേ അതിനും മേലെ ഞാൻ തന്നെ ഉണ്ടാക്കി തരാം. വലിയ സമയം എടുക്കില്ല. ഞാൻ ആ കോൺട്രാക്ട് എന്തായാലും ബാബുവിന് തരാം. ഓക്കെ റെഡിയാണ്. അത് ഞാൻ ഏറ്റു. ശരി ബാബു കാണാം. ഓക്കെ കേരള അമ്പന കാറ് വാങ്ങിച്ചാ കാറ് വാങ്ങാൻ പോവാ. അപ്പൊ ഉസ്മാന ഉസ്മാൻ്റെ വാസണ്ണന്റെ പുര ഓ തെറ്റിട്ടാ. എന്തോ പുതിയ സ്ക്രിപ്റ്റ് ഇറക്കുന്നുണ്ട് ഉസ്മാൻ. പുതിയ സ്ക്രിപ്റ്റ് ആയിരിക്കും ഉസ്മാന്റെ. കരയണോ? അതെന്താ? ഞാൻ ബസ്സിന് വേണ്ടി എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയപ്പെടാൻ. എന്തുകൊണ്ട് തന്നിട്ടുണ്ട്? ഇല്ലാത്ത ചില്ലറ പറക്കി വെച്ചാ ഞാൻ ഒരു വണ്ടി മേടിച്ചരാൻ ബസ്സിന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആർക്കും അറിയാത്തോണ്ടാ കേട്ടോ. ബാർസിലുള്ള എല്ലാരും പറയാൻ കേക്കുവാ. നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് രാഖി രാമായണം എന്നെ കാണാൻ വന്നോണ്ടിരുന്ന ചെറുക്കനാ. ഇപ്പൊ കണ്ടാലൊന്നും സംസാരിക്കുക പോലും ഇല്ല, മിണ്ടു പോലും ഇല്ല. ഈ ബീജം പറയില്ല ബാസൻ. അന്ന ബാസന്ന മോനെ പോലെ നോക്കിക്കൊണ്ടിരുന്ന. മോനാ? അതെന്താ വാസണ്ണന് മോനുണ്ടാവില്ല എന്നുള്ള സങ്കടത്തിലാണ്? അങ്ങനെയല്ല, മോനില്ലാത്തതുകൊണ്ടുള്ള സങ്കടത്തിൽ. മോനൊക്കെ പുഷ്പം പോലെ ഉണ്ടാവും. അല്ല അതാണ് ഞാൻ ബാബുവിനോട് നേരത്തെ പറഞ്ഞത്. ഡിസ്കസ് ചെയ്യാം. ഞാനും ഒരു മിനിറ്റ് പേടിച്ചു പോയി. ഉസ്മാന് തന്തയില്ലെന്നല്ലേ എല്ലാരും പറയണ. ഇതിലും എനിക്ക് എന്റെ വാസന്ന എന്താ എന്റെ വാസന്ന ഇന്നലെ വരെ നിന്റെ എന്താ അസ്രഫാന്ന് പറഞ്ഞ ഇപ്പൊ ഒറ്റടിക്ക് വാസണ്ണ. എന്റെ വാപ്പ എന്റെ വാസുണ്ണനാണ്. അല്ല വാസണ്ണ അറിയാതെ പോലെ വായിന്ന് സ്ലിപ്പാവല്ലേ. നാളെ നിങ്ങളാണ് തന്തയെന്നെല്ലാം പറഞ്ഞ് നടക്കും. ഒരുപാട് മാറിപ്പോയടാ ഉസ്മാനെ. അന്ന് എല്ലാവർക്കും ഒരു സർപ്രൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ്. MRCക്ക് ഒരു സർപ്രൈസ്. എനിക്കൊരു വാപ്പ ഉണ്ട്. പരുന്ത് ബാസു. ഇപ്പൊ ഓടിയാ ഒരു കാര്യം പറയാൻ വിളിച്ചപ്പോ അവന്റെ അച്ഛനാക്കണത് എനിക്ക്. മുള്ളി MRC നേരെ ടിവിയിലെ ലീഡറിലോട്ട് അവന്റെ ലക്ഷ്യം അതിന്റെ ഇടയ്ക്കൂടെ അതൊക്കെ നമ്മുടെ ജീവിച്ചിരിക്കുന്ന സമ്മതിക്കൂടെ. ഇവിടെ അടുക്കള പണിയാ. എന്നിട്ടാണ് ഭൈ ഇവന്റെ വർത്താനം ഞാൻ പറഞ്ഞതേ ഉള്ളു, വേറൊന്നുമില്ല. ഇല്ല ബസ് തന്നിട്ട് വേഗം സ്ഥലം കാലിയാക്കിക്കോട്ടോ. അബ്യോ ഉമ്മ പോയിട്ട് വരാം. അധികം സ്നേഹിക്കല്ലേ ഇന്നലെ. ബാബുസേട്ടാ പോയിട്ട് വരാം. ജാജാണെന്ന് കാര്യടാ.
കേറിയടാ. കേറി ഉസ്മാനെ. വാ വണ്ടി വാങ്ങിച്ചാ പോയേക്കോ ഉസ്മാനെ വണ്ടി എടുത്തറിഞ്ഞ